കേരളത്തിലെ തെരഞ്ഞെടുപ്പെല്ലാം അവസാനിച്ച് കഴിഞ്ഞ് UDF 100-ൽ കൂടുതൽ സീറ്റുകൾ നേടി കേരളത്തിൽ അധികാരത്തിലെത്തി. പക്ഷേ ഇലക്ഷനെക്കാട്ടിലും, അതായത് ഇലക്ഷൻ റിസൾട്ടിനെക്കാട്ടിലും ഏറ്റവും വലിയ തോതിലുള്ള ഒരു ട്വിസ്റ്റാണ് ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി അടുത്തത് ആരാകുമെന്നുള്ള ഏറ്റവും വലിയ തോതിലുള്ള ഒരു അടിപിടി ഈ പറയുന്ന കോൺഗ്രസിനുള്ളിൽ നടക്കുന്നതെന്ന് പറയുന്നത്. അതായത് കേരള ചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്ത തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് KC വേണുഗോപാൽ, അതോടൊപ്പം തന്നെ സതീശൻ, രമേശ് ചെന്നിത്തല, ഒരു മൂവർ സംഘം. ഇവരിൽ ആരാകും മുഖ്യമന്ത്രി എന്നുള്ള ഏറ്റവും വലിയ ചോദ്യം. നമുക്കറിയാം, ഇതിൽ KC വേണുഗോപാലിനെ ഒഴിച്ച് രമേശ് ചെന്നിത്തലയും VD സതീശനും ഓൾറെഡി MLA-മാരാണ്. KC വേണുഗോപാൽ MP ആണ്, ആലപ്പുഴ MP ആണ് KC വേണുഗോപാൽ. അപ്പോൾ KC വേണുഗോപാലിന് മുഖ്യമന്ത്രി ആകണമെങ്കിൽ കടമ്പകളേറെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. അതായത് KC വേണുഗോപാൽ MP സ്ഥാനം രാജിവെക്കണം, പിന്നെ MLA ആയിട്ട് ഒരു മണ്ഡലം തിരഞ്ഞെടുത്ത് അവിടെ മത്സരിക്കണം, സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് അവിടെ മത്സരിക്കണം, വീണ്ടും MLA ആവണം. അത് കഴിഞ്ഞിട്ട് മാത്രമേ പിന്നെ ഈ പറയുന്ന തോതിൽ മുഖ്യമന്ത്രിയാവാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഇതൊക്കെ തന്നെ എത്ര സമയമെടുക്കും, എന്താണ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ വളരെയധികം തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആയാലും ഇനി ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും അതിന് കാശ് ചിലവാക്കുന്ന കാര്യമായാലും ഒക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ വിജയം നേടിയിട്ട് കോൺഗ്രസ് ഇപ്പോൾ വളരെ വലിയ തോതിൽ ഒരു എത്തും പിടിയും കിട്ടാത്തൊരവസ്ഥയിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ നീക്കുന്നതെന്ന് പറയുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, KC വേണുഗോപാലിനെ സംബന്ധിച്ചത് KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആകണമെന്ന് ഉറപ്പിച്ച് തന്നെയാണ് നിൽക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് കേരളത്തിൽ നിന്ന് മത്സരിച്ച് MLA ആയി മുഖ്യമന്ത്രി ആവാനായിട്ടുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് KC വേണുഗോപാലിൻ്റെ ഓരോ നീക്കങ്ങളും. അതിന് തക്കവണ്ണമുള്ള പിന്തുണയും KC വേണുഗോപാലിന് പാർട്ടിക്കുള്ളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതായത് മറ്റ് രണ്ട് പേരെക്കാട്ടിലും കൂടുതൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയും KC വേണുഗോപാൽ ഈ പറയുന്ന തോതിൽ ആലപ്പുഴ MP സ്ഥാനം രാജിവെച്ചുകൊണ്ട് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ സാധിക്കത്തുള്ളൂ. നിലവിലത്തെ സാഹചര്യത്തിൽ അത് തന്നെയാണ് നടക്കാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നതെന്ന് പറയുന്നത്. അങ്ങനെ ആലപ്പുഴയിൽ KC വേണുഗോപാൽ ആ സ്ഥാനം രാജിവെച്ചുകൊണ്ട് MLA സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയാൽ ഈ പറയുന്ന MP സ്ഥാനം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, ഈ പറയുന്ന ആലപ്പുഴയിൽ മറ്റൊരു തെരഞ്ഞെടുപ്പ് വരാനും കൂടി കളമൊരുങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. നമുക്കറിയാം, ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടന്ന സംഭവ വികാസങ്ങളും അട്ടിമറികളും ഒക്കെ തന്നെ നമ്മൾ കണ്ടൊരു കാര്യം തന്നെയാണ്. അവിടെ BJP ഉണ്ടാക്കിയെടുത്ത ഒരു മുന്നേറ്റം, അവിടെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി വന്ന് നിന്നുകൊണ്ട് അവിടെ നടത്തിയെടുത്ത ഒരു വോട്ട് മുന്നേറ്റം എന്ന് പറയുന്നത് ചെറുതല്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ്. അവിടെയാണ് ഈ പറയുന്ന രീതിയിൽ വേണുഗോപാൽ രാജിവെച്ചുകൊണ്ട് ഇനിയിപ്പോൾ അടുത്തടുത്ത് പോയി മത്സരിക്കാനായിട്ട് നിൽക്കുന്നതെന്ന് പറയുന്നത് MLA ആവാൻ വേണ്ടിയിട്ട്, മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയാൽ, അവസാന നിമിഷം അത് എല്ലാ രീതിയിലും ഉറപ്പിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ ഈ പറയുന്ന ആലപ്പുഴ സീറ്റിൽ തീർച്ചയായിട്ടും BJP പരിഗണിക്കുക ശോഭാ സുരേന്ദ്രനെ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് കേന്ദ്ര നീക്കത്തിൻ്റെ ഭാഗമായാലും കേരള ഘടകമായാലും ഒക്കെ തന്നെയും ഏറ്റവും ആദ്യം പരിഗണിക്കുക അവിടെ ശോഭാ സുരേന്ദ്രനെ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ വട്ടം അത്രത്തോളം പ്രതീക്ഷിക്കാതെ ഒരു A ക്ലാസ് മണ്ഡലം പോലും അല്ലായിരുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ഇത്രത്തോളം ഒരു വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ അവിടെ സാധിച്ചു, കൊണ്ട് ഒരു A ക്ലാസ് മണ്ഡലമാക്കി മാറ്റാനായിട്ട് അവിടെ സാധിച്ചു. അതുമാത്രമല്ല, ഇപ്പോഴത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ അവിടെ BJP ഇപ്പോൾ നിലവിൽ ഭരണത്തിലാണ്, അവിടെ കോൺഗ്രസ് ഭരണത്തിലില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഒരു MP ഈ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച് പോയി കഴിഞ്ഞാൽ ഒരു ഉപയോഗം ഉണ്ടാവുക എന്ന് പറയുന്നത് അത് BJP സ്ഥാനാർത്ഥി തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലാതെ കോൺഗ്രസ് ജയിച്ചു പോയിട്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ചു പോയിട്ടോ അവിടെ ഒന്നും തന്നെ നേടാനില്ല, ഒന്നും തന്നെ നടക്കാനും പോകുന്നില്ല. അതുമാത്രമല്ല, ഇവിടുന്ന് ഒരു BJP MP ജയിച്ചു പോയി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അതിൻ്റേതായിട്ടുള്ള സ്ഥാനമാനങ്ങൾ കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു കേന്ദ്രമന്ത്രി വരെ ആകാനായിട്ടുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും ഉറപ്പാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിന് വേണുഗോപാൽ വഴിയൊരുക്കുന്ന തരത്തിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങളുടെ ഒരു മുന്നോട്ട് പോക്കെന്ന് പറയുന്നത്. നമുക്കറിയാം, BJP സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന 2024 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ട് അവിടെ 3 ലക്ഷത്തോളം വോട്ട് മുന്നേറ്റം നടത്തിയ ഒരു വ്യക്തി ശോഭാ സുരേന്ദ്രനാണെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അങ്ങനെ ഒരാളെയും വീണ്ടും അവിടെ പരിഗണിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ കോൺഗ്രസ് അത്രത്തോളം കരുത്തനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥി അവിടെ നിർത്തേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇടതുപക്ഷം ഏത് തരത്തിൽ, ഇടതുപക്ഷത്തിൻ്റെ വോട്ടെല്ലാം തന്നെയും ഇപ്പോൾ ആലപ്പുഴയെ സംബന്ധിച്ച്, അതായത് ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായിരുന്നൊരു സ്ഥലമാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. ആലപ്പുഴ ഇടതുപക്ഷത്തിന് അടിപതറിയിരിക്കുകയാണ്. എല്ലാ രീതിയിലും ഇപ്പോൾ വോട്ടുകൾ പല രീതിയിൽ ഛിന്ന ഭിന്നമായി പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അതിൽ ഭൂരിഭാഗവും ഇപ്പോൾ BJPയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും ഈ ഒരു ഇലക്ഷൻ അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇടതുപക്ഷത്തിൽ നിന്നുള്ള ഭൂരിഭാഗം വോട്ടുകളും BJPയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത്
ഉറപ്പായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണമെന്ന് പറയുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ ഇടതുപക്ഷം ജയിച്ചു വന്നിട്ട് ഒരു ഉപയോഗമില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും വൻ പരാജയമായിരിക്കുന്ന സിറ്റുവേഷനിൽ അവിടെ LDF എന്തായാലും വിജയിക്കുമെന്ന കാര്യത്തിൽ ഒരു പ്രതീക്ഷയും വേണ്ട. അതുകൊണ്ട് തന്നെയും അവിടെ ഒരു കടുത്ത പോരാട്ടം നടക്കുന്നത് ഈ പറയുന്ന തോതിൽ UDFും BJPയും തമ്മിലാവാനായിട്ടുള്ള സാധ്യതയും വളരെയേറെ കൂടുതൽ തന്നെയാണ്. അതിൽ UDF ജയിച്ചു വന്നിട്ടും ഒരു ഉപയോഗവുമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവിടെ ശോഭയ്ക്ക് സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവാനായിട്ട് ആ സ്ഥലത്ത് നിന്ന് രാജിവെച്ചുകൊണ്ട് ഈ പറയുന്ന തോതിൽ വീണ്ടും ഒരു മത്സരത്തിന് തയ്യാറെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസ് ഒരു തലവേദന ഉണ്ടാക്കി വയ്ക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം എന്ന് പറയുന്നത് വീണ്ടും ഒരു ഇലക്ഷൻ നേരിടണം, അതുമാത്രമല്ല പിന്നും ഈ പറയുന്ന രീതിയിൽ MLA ഇലക്ഷൻ വരണം, ഒരാൾ രാജിവെക്കണം, പിന്നെ MLA ആയിട്ട് ഈ പറയുന്ന രീതിയിൽ സ്ഥാനാർത്ഥിയായിട്ട് വേണുഗോപാൽ വരണം. അങ്ങനെ പല രീതിയിലുമുള്ള കടമ്പകൾ, തലവേദനയായിട്ടുള്ള കടമ്പകൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ആലപ്പുഴയിൽ വീണ്ടും ജയിച്ച് കയറാമെന്നുള്ള ആ ഒരു ആത്മവിശ്വാസം, അതിൽ ഒരു വിള്ളലുണ്ടാക്കുന്ന തരത്തിലോട്ട് ഒരു BJP മുന്നേറ്റം ഈ പറയുന്ന രീതിയിൽ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി അവിടെ നിൽക്കുന്ന തരത്തിലോട്ട് BJP നീക്കം നടത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു ത്രികോണ പോരാട്ടമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും കഴിഞ്ഞ തവണ നേടിയതിനേക്കാട്ടിലും മുന്നേറ്റം നടത്താനായിട്ട് സാധ്യത നിലവിൽ അവിടെ BJPക്ക് കാണുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ ഇപ്പോൾ BJP ആണ് ഭരണത്തിലായതുകൊണ്ട് തന്നെയും ഇവിടുന്ന് ഒരു MP ജയിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് തന്നെയായാലും ഒരു നേട്ടമുണ്ടാകണമെങ്കിൽ അത് നിലവിൽ BJP MP തന്നെ ആയിരിക്കണമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഇനി മറ്റൊരു MP കൂടി ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ BJPക്ക് മാറുമോ അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ എത്തിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.